ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ദക്ഷിണ ചൈന കടലിൽ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ ഭൂപടം ചൈന പ്രസിദ്ധീകരിച്ചു. ഈ ഭൂപടം അനുസരിച്ച് സ്കാർബോറോ എന്ന മണൽത്തിട്ടയുടെ ഉടമസ്ഥത ചൈനയ്ക്കാണ്. വലിയ മത്സ്യസമ്പത്തുള്ള ഈ പ്രദേശം ഒരു കാലത്ത് ഫിലിപ്പൈൻസിൻ്റേതായിരുന്നു. 2012 ഈ പ്രദേശം ഫിലിപ്പൈൻസിൽ നിന്നും ചൈന പിടിച്ചെടുത്തത്. 2016 ഫിലിപ്പൈൻസിന് അനുകൂലമായ കോടതി വിധി ഉണ്ടായി. എന്നാൽ ഈ വിധി നിരാകരിക്കുകയും ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകൾ ഈ മേഖലയിൽ പ്രവേശിക്കുന്നത് ചൈന തടയുകയും ചെയ്തു. ദക്ഷിണ ചൈന കടൽ തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഒരു മേഖലയാണ് എന്നാണ് ചൈനയുടെ വാദം. തന്മൂലം ഈ കടൽക്കരയിലുള്ള രാജ്യങ്ങളുടെ അവകാശവാദങ്ങളെ ചൈന അംഗീകരിക്കുന്നില്ല. ഈ വിഷയത്തിൻ്റെ പേരിൽ ഫിലിപ്പൈൻസിൻ്റെ മാത്രമല്ല തായ്വാൻ, ജപ്പാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ കടൽക്കരയിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും അവകാശവാദങ്ങൾ ചൈന അംഗീകരിക്കുന്നില്ല. ചൈനയുടെ വാദങ്ങളെ കടൽക്കരയിലുള്ള രാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയും അംഗീകരിക്കുന്നില്ല. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നത്. വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം, ഗാസ നഗരത്തിൻ്റെ പുനർനിർമ്മാണം തുടങ്ങി 3 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഈ വിഷയങ്ങളിൽ യോജിപ്പിലെത്താൻ ഹമാസിനും ഇസ്രായേലിനും കഴിഞ്ഞില്ല. മുഴുവൻ ബന്ദികളെയും കൈമാറാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന നിലപാടിൽ ഹമാസും ഉറച്ചു നിന്നതോടെയാണ് ചർച്ചകൾ തുടരാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായത്. ചർച്ചകൾ അവസാനിപ്പിക്കാനാണ് മധ്യസ്ഥന്മാരുടെ തീരുമാനം. ചർച്ചകൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസിന് ദോഹയിൽ തങ്ങാൻ അനുമതി നൽകിയിരുന്നത്. ഇവരെ പുറത്താക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ച് രാജ്യം വിട്ടുപോകാൻ ഹമാസിനോട് ദോഹ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ട്രംപിൻ്റെ പാർട്ടി സ്വീകരിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതുമൂലം വെടിനിർത്തലിനുള്ള സാധ്യതകൾ കുറഞ്ഞതായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തലവന്മാരുടെ ഒരു സമ്മേളനം തിങ്കളാഴ്ച റിയാദിൽ നടന്നു. സൗദി വിളിച്ചു ചേർത്ത ഈ സമ്മേളനത്തിൽ ജോർദാൻ, ഈജിപ്ത്, സിറിയ, തുർക്കി, ഇറാൻ, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണം എന്ന് സൗദി രാജകുമാരനായ മഹമ്മദ് ബിൻ സാൽമൻ ആവശ്യപ്പെട്ടു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇറാൻ വിദേശകാര്യമന്ത്രി ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ഹമാസ്, ഹിസ്ബുള്ള നേതാക്കന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ഹമാസിനോടും ഹിസ്ബുള്ളയോടും അകലം സൂക്ഷിക്കുന്നയാളാണ് സൗദിയിലെ കിരീടാവകാശി. ഇറാനിലെ പരമോന്നത നേതാവിനെ ഹിറ്റ്ലർ എന്നാണ് മുഹമ്മദ് ബിൻ സാൽമിൻ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നിട്ടും സൗദിയിൽ നടന്ന സമ്മേളനത്തിലേക്ക് ഇറാനെ ക്ഷണിച്ചതും ക്ഷണം സ്വീകരിച്ച് വിദേശകാര്യമന്ത്രിയെ സമ്മേളനത്തിലേക്ക് അയച്ചതും സൗദി ഇറാൻ ബന്ധങ്ങൾ മാറുന്നതിൻ്റെ സൂചനയായിട്ടാണ് പലരും കാണുന്നത്. ഈ സമ്മേളനത്തെ ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പലരും വിലയിരുത്തുന്നത്.
അന്തരീക്ഷ മലിനീകരണം ഡൽഹിയിൽ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് സുപ്രീം കോടതി തിങ്കളാഴ്ച നടത്തിയ നിരീക്ഷണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള മുന്നറിയിപ്പാണ്. ശുദ്ധവായു ലഭിക്കുക എന്നത് പൗരന്മാരുടെ മൗലിക അവകാശമാണ്. ദീപാവലിയോടനുബന്ധിച്ച് പടക്കം പൊട്ടിച്ചതാണ് ഡൽഹിയിലെ വായു മലിനീകരണത്തിൻ്റെ തോത് പെട്ടെന്നുയർത്തിയത്. യഥാസമയം പടക്കങ്ങൾ നിരോധിക്കുന്ന ഉത്തരവിറക്കാൻ ഡൽഹി സർക്കാരിന് കഴിഞ്ഞില്ല. ഇതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. അന്തരീക്ഷ മലിനീകരണത്തെ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദീപാവലി ആഘോഷങ്ങളോടൊപ്പം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുതയാണ്. പൂരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മതപരമായ ചടങ്ങുകൾ നടത്താനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കുമുണ്ട്. എന്നാൽ ഈ ചടങ്ങുകൾ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നില്ല എന്നുറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. ആചാരങ്ങളെക്കാൾ വിലയുള്ളതാണ് മനുഷ്യജീവൻ. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഈ യുദ്ധം ഇസ്രായേലിൽ വലിയ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലിനു ഭീഷണിയാണ്. തന്മൂലം ഇവരെ പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാണ് മറുവിഭാഗം ആവശ്യപ്പെടുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങളുടെ സമരവും തുടരുകയാണ്. മുസ്ലിം സംഘടനകൾ പല രാജ്യങ്ങളിലും യഹൂദന്മാരെ ആക്രമിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഹോളണ്ടിൽ നടന്ന സോക്കർ മത്സരങ്ങളിൽ വിജയിച്ച യഹൂദന്മാരുടെ ടീമിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായി. ഈ ആഴ്ചയിൽ ഫ്രാൻസിൽ നടക്കുന്ന സോക്കർ മത്സരങ്ങളിൽ ഈ ടീം പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കെതിരെ ആക്രമണം ഉണ്ടാകും എന്നാണ് ഫ്രാൻസ് ഭയപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഗൗരവമായി കണക്കാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുക്കുന്നത് ജനുവരി 20-നാണ്. ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന പക്ഷക്കാരനാണ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും ഉക്രൈനിനു മടക്കി നൽകണം എന്ന സെലൻസ്കിയുടെ ആവശ്യമാണ് വെടിനിർത്തലിനുള്ള പ്രധാന പ്രതിബന്ധം. ഇതിൽ സെലൻസ്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന സൂചനയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നൽകുന്നത്. യൂറോപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് റഷ്യക്കെതിരെ യുദ്ധം നടത്തുന്നത്. ഇതിൻ്റെ സാമ്പത്തിക ഭാരം യൂറോപ്പ് ഏറ്റെടുക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇതിനായി അമേരിക്കയുടെ സമ്പത്ത് ഉപയോഗിക്കുന്നതിനെയും റിപ്പബ്ലിക്കൻ പാർട്ടി എതിർക്കുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ ഭരണം വരുന്നതോടെ ഉക്രൈനിന് അമേരിക്കയിൽ നിന്നും വലിയ സാമ്പത്തിക സഹായം ലഭിക്കില്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. ഈ പ്രതിസന്ധി മറികടക്കാൻ ജനുവരി 20-ന് മുമ്പായി വൻതോതിൽ ഉക്രൈനിന് സൈനിക സഹായം എത്തിക്കാനാണ് ജോ ബൈഡന്റെ തീരുമാനം. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ റെഡ് നോട്ടീസ് നൽകണമെന്ന് ബംഗ്ലാദേശ് ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടു. നേരത്തെ തന്നെ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് അറസ്റ്റ് വാറണ്ട് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥി സമരം രൂക്ഷമായതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് ഓഗസ്റ്റിലാണ്.
ഇവർ വംശഹത്യ നടത്തി എന്നാരോപിച്ചാണ് ഒക്ടോബറിൽ അറസ്റ്റ് വാറണ്ട് നൽകിയത്. കുറ്റവാളികളെ പരസ്പരം കൈമാറുന്ന ഉടമ്പടിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ അഭ്യർത്ഥന രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെങ്കിൽ ഇത് നിരസിക്കാമെന്ന് കരാറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദീർഘകാലം ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ഹസീനയെ ഒരു കുറ്റവാളിയെപ്പോലെ പിടിച്ചുകെട്ടി ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഭാരതത്തിൻ്റെ അതിഥിയായി ഇന്ത്യയിലെത്തിയ ഹസീനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഭാരത സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. ബംഗ്ലാദേശിലെ കാവൽ മന്ത്രിസഭയ്ക്ക് ഹസീനയെ വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നില്ല. ആംഗ്ലിക്കൻ സഭയുടെ തലവൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി രാജിവെച്ചു. 2013 ഇദ്ദേഹം ഈ പദവി ഏറ്റെടുത്തത്. ഒരു ലൈംഗിക അപവാദ കേസിൽ നടപടിയെടുക്കാതിരുന്നത് വലിയ വിവാദമായതിനെ തുടർന്നാണ് ഇദ്ദേഹം സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചത്. ജോൺ സ്മിത്ത് എന്ന സഭാപ്രവർത്തകനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് 2013 100-ലധികം കുട്ടികളെ ഇദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. അന്നു തന്നെ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു എങ്കിലും കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തന്മൂലം 2018 സ്മിത്ത് മരിക്കുന്നതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇംഗ്ലണ്ടിലെ ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയ അന്വേഷണമാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്. 2013 അധികാരം ഏറ്റെടുത്ത ജസ്റ്റിൻ വെൽബി സംഭവം രഹസ്യമായി സൂക്ഷിക്കാനും ജോ സ്മിത്തിനെ രക്ഷിക്കാനും ശ്രമിച്ചു എന്നാണ് ആരോപണം. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഡോളറിൻ്റെ കുത്തക അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ബ്രിക്സ് ഉച്ചകോടിയിൽ നടത്തിയ ചർച്ചയിൽ ഇന്ത്യ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. എന്നാൽ റഷ്യയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യ ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 9,000 കോടി രൂപയുടെ വ്യാപാരം സ്വന്തം നാണയത്തിലാണ് ഇന്ത്യ നടത്തിയത്. യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് റഷ്യയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. ഉപരോധം മൂലം റഷ്യയുടെ എണ്ണ വിൽപ്പന യൂറോപ്പിൽ പൂർണ്ണമായും നിലച്ചു. പല ആനുകൂല്യങ്ങളും നൽകാൻ റഷ്യ തയ്യാറായതോടെ ഇന്ത്യ വൻതോതിൽ എണ്ണയുടെ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. മധ്യ ഏഷ്യയിലെ രാജ്യങ്ങൾ വിതരണം ചെയ്യുന്ന എണ്ണയുടെ വില ഡോളറിൽ മാത്രം സ്വീകരിക്കാൻ തുടങ്ങിയതോടെയാണ് ഡോളർ അന്താരാഷ്ട്ര നാണയമായി അംഗീകരിക്കപ്പെട്ടത്. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ സ്വന്തം നാണയത്തിൽ വ്യാപാരം ആരംഭിക്കുകയോ പൊതുവായ ഒരു നാണയം വികസിപ്പിക്കുകയോ ചെയ്താൽ ഡോളറിൻ്റെ മേൽക്കോയ്മ തകരും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റും JD വാൻസ് വൈസ് പ്രസിഡന്റും ആയിരിക്കും. എന്നാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം ജനുവരി 6 ഇലക്ട്രൽ കോളേജ് സമ്മേളിച്ച് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഈ ദിവസമാണ്. അമേരിക്കൻ കോൺഗ്രസിലെ 2 മണ്ഡലങ്ങളിലും ട്രംപിൻ്റെ പാർട്ടിക്കാണ് ഭൂരിപക്ഷം. തന്മൂലം ജോ ബൈഡനേക്കാളും ശക്തനാണ് ഡൊണാൾഡ് ട്രംപ്. 78ാമത്തെ വയസ്സിൽ അധികാരം ലഭിച്ച ആദ്യത്തെ പ്രസിഡന്റാണ് ഇദ്ദേഹം. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
ഹമാസിനെയും ഹിസ്ബുള്ളയെയും തകർക്കുന്നതുവരെ ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനോടാണ് ഇവർക്ക് താല്പര്യം. യൂറോപ്പിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഉക്രൈനിന് പിന്തുണ നൽകുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഭാരം അമേരിക്ക എന്തിനേറ്റെടുക്കണം എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലും ട്രംപിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.